നാട്ടിൽ അവധിക്ക് പോകുമ്പോൾ പല പല ചോദ്യങ്ങൾ കേൾക്കാറുണ്ടെങ്കിലും അതിലേറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ള ചോദ്യമാണ്, നിങ്ങളുടെ അവിടെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ അമ്പലങ്ങളുണ്ടോ എന്നുള്ളത്. ഞങ്ങൾ താമസിക്കുന്നത് നയഗ്ര ഫോൾസിലാണ്. അവിടെ പള്ളികളും അമ്പലങ്ങളും മോസ്കുകളും മറ്റ് മത ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ അതേപോലെയുള്ള ആചാരങ്ങളും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന അമ്പലങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് പോകണം എന്ന് മാത്രം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബ്രാംപ്ടണിലുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. അതിരാവിലെ അമ്പലത്തിൽ പോയി തൊഴാന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് അത് വൈകുന്നേരത്തേന് മാറ്റി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരുപാട് സമയം ബ്ലോക്കിൽ പെട്ടുപോയി. അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മൾ നമ്മുടെ നാട്ടിലുള്ള അമ്പലത്തിലെത്തിയൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഏത് മതത്തിൻ്റെ ആരാധനാലയങ്ങളായാലും അത് പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഒരു വിഗ്രഹങ്ങളുടെയും ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ നമുക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ഇത്രയും വീഡിയോസ് എടുത്തത് തന്നെ ഈ ഒരു അമ്പലവും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരിലേക്ക് എത്തണം എന്നെനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതുപോലെ പൂജയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല പല സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാനും കിട്ടും. പൂന്താനം കലാവേദിയിൽ വെച്ചിട്ടാണ് അരങ്ങേറ്റങ്ങളും മറ്റ് പല പരിപാടികളും നടക്കാറ്. നാട്ടിലായാലും എവിടെയായാലും നമ്മൾ അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പം ഒരു ചായ, ഒരു മസാല ദോശ ഇതൊക്കെ നിർബന്ധമാണ്. അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ശരവണ ഭവനിലെത്തി. ഒരു മാസം മുമ്പ് നാട്ടിൽ പോയതിൻ്റെ ഹാങ് ഓവർ ആണോ എന്നറിയില്ല, പൊന്നൂന് എവിടെ പോയാലും മസാല ദോശ മതി. അങ്ങനെ ഞങ്ങൾ മസാല ദോശയും ചായയൊക്കെ കഴിച്ചു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നോണം നല്ലൊരു വാർത്തയും കൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഈ ഒരു വൈകുന്നേരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ദിവസം തന്നെയായിരിക്കും. അപ്പോൾ അത്രയും സന്തോഷത്തോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.